അതുല്യനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് കോടിയേരി ബാലകൃഷ്ണന് രണ്ടാം ചരമവാർഷിക ദിനത്തിൽ നാടിന്റെ സ്മരണാഞ്ജലി. പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. തിരുവനന്തപുരം AKG സെന്ററിൽ ഉൾപ്പെടെ സംസ്ഥാനത്തുടനീളം അനുസ്മരണ പരിപാടികൾ നടന്നു. കോടിയേരിയുടെ ഓർമ്മകൾ ഇരമ്പുന്ന പയ്യാമ്പലത്ത് സഖാവിന് മരണമില്ലെന്ന മുദ്രാവാക്യം വീണ്ടും ഉയർന്നു. CPIM നേതാക്കളും പ്രവർത്തകരും കോടിയേരിയുടെ കുടുംബാംഗങ്ങളും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ കോടിയേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരളത്തെ പാർട്ടിയുടെ അമരക്കാരനായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് സഖാവിൻ്റെ അകാല നിര്യാണം ഉണ്ടായത്. എത്രയോ വർഷക്കാലം നമുക്കൊപ്പം ഈ കേരളത്തെ നയിക്കാൻ പാർട്ടിയുടെ അമരക്കാരനായി പ്രവർത്തിക്കാൻ സാധിക്കേണ്ടിയിരുന്ന സഖാവ് കോടിയേരിയുടെ അകാല നിര്യാണം പാർട്ടിക്ക് നികത്താനാവാത്ത വിടവാണ് സൃഷ്ടിച്ചത്. പാർട്ടിയുടെ അമൂല്യ സ്വത്തായിരുന്നു കോടിയേരിയെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറഞ്ഞു. പാർട്ടിയുടെ ഒരു മുഖമായിരുന്നു സഖാവ് കോടിയേരി. പുഞ്ചിരിക്കുന്ന, സന്തോഷത്തോടുകൂടി എല്ലാവരെയും സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ മുഖമായി കേരളത്തിൽ ജ്വലിച്ചു നിന്ന വ്യക്തിത്വം കൂടിയായിരുന്നു സഖാവ് കോടിയേരി. ഈ കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന്, അഭിവൃദ്ധിക്ക് വേണ്ടി 3.5 കോടി മലയാളികളുടെ ജന്മനാടിൻ്റെ ഐശ്വര്യം കാത്തുസൂക്ഷിക്കാൻ രാഷ്ട്രീയമായും ഭരണപരമായും വളരെ സംഭാവനകൾ നൽകിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ അമൂല്യ സ്വത്തായിരുന്നു സഖാവ് കോടിയേരി. CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സ്വാഗതം പറഞ്ഞു. PB അംഗം ബൃന്ദ കാരാട്ട്, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK ശ്രീമതി ടീച്ചർ, KK ശൈലജ ടീച്ചർ, മന്ത്രി P രാജീവ്, സ്പീക്കർ AN ഷംസീർ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം AKG സെന്ററിൽ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പതാക ഉയർത്തി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം S രാമചന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തുടനീളം CPIM ബ്രാഞ്ചുകളിലും ഓഫീസുകളിലും പതാക ഉയർത്തി. കൈരളി ന്യൂസ്, കണ്ണൂർ, തിരുവനന്തപുരം.